ഗുഡ് മോർണിംഗ് ഓൾ. സോ നമ്മളുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പ്രധാനമായിട്ടും എടുത്തിട്ടുണ്ടായിരുന്ന ടോപ്പിക്സ് ഫെഡറലിസം, ഇന്ത്യൻ ഫെഡറലിസം എന്താണ്, അതിൻ്റെ ഡെഫിനേഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ അതിൽ വരുന്ന സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ്, അതിലെ റിലേഷൻസ് 3 തരത്തിലുണ്ട്: അഡ്മിനിസ്ട്രേറ്റീവ്, ലെജിസ്ലേറ്റീവ് ആൻഡ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള റിലേഷൻസ്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇൻ്റർ സ്റ്റേറ്റ് റിലേഷൻസിൽ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ സർക്കാരിയ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ യൂണിറ്ററി ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള അത്രയും ഭാഗം നമ്മൾ ഈ ചാപ്റ്ററിൽ കവർ ചെയ്തു. സോ ടുഡേയ്സ് ക്ലാസ് വി ഗോണ കവർ ചലഞ്ചസ് ഓഫ് ഫെഡറലിസം എന്നുള്ള പോർഷനും, അതുപോലെ ഇൻ്റർ സ്റ്റേറ്റ് കൺസൾട്ടീവ് മെഷീനറി എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് സ്റ്റേറ്റ് വൈസ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലൊരു നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിന് വേണ്ടി കുറച്ച് മെഷീനറി ഫോംസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ, അതുപോലെ ഫിനാൻഷ്യൽ കമ്മീഷൻ, GST കൗൺസിൽ, നീതി ആയോഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അത്രയും കാര്യമാണ്. അതിൽ നീതി ആയോഗും അതുപോലെ GST കൗൺസിലും ഒഴികെ ബാക്കിയെല്ലാം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യും. സോ നമുക്ക് നമ്മളുടെ ഫസ്റ്റ് കോൺസെപ്റ്റായിട്ടുള്ള ചലഞ്ചസ് ഓഫ് ഫെഡറലിസത്തിലേക്ക് കിടക്കാം. സോ ബേസിക്കലി ചലഞ്ചസ് ഓഫ് ഫെഡറലിസം എന്ന് പറയുമ്പം നമുക്ക് അറിയാം, പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ യൂണിറ്ററി ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സിംഗിൾ ഫോമിലുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഏതൊക്കെയാണ് അതിൽ പറഞ്ഞിരുന്നത്. വേർഡ് യൂണിയൻ്റെ യൂസ് തന്നെ, അതുപോലെ സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷനാണ് യൂണിയനും സ്റ്റേറ്റിനും, അതുപോലെ സിംഗിൾ സിറ്റിസൺഷിപ്പാണ് യൂണിയനും സ്റ്റേറ്റിനും എല്ലാം. പിന്നെ അമെൻമെൻറ്റ് പവേഴ്സ് ഇല്ലാത്തത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന്, അതുപോലെ നോ റൈറ്റ് ടു സെസഷൻ, സിംഗിൾ സെൻട്രലൈസ്ഡ് ജുഡീഷ്യറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് പറഞ്ഞിരുന്നു. അതൊക്കെ തന്നെയാണ് നമ്മളുടെ ഈ പറഞ്ഞ ചലഞ്ചസ് ഓഫ് ഫെഡറലിസത്തിലും മേജറായിട്ട് വരുന്ന കാര്യങ്ങൾ. കാരണം യൂണിറ്ററി ഫോംസ് നമ്മൾ ഈവൻ ദോ വെൻ വി സേ ദാറ്റ് അവർ country is federal in nature, it has യൂണിറ്ററി ഫീച്ചർ. അതിനൊരു യൂണിറ്ററി ഫീച്ചർ ഉണ്ട്. അതായത് തുടക്കത്തിലെ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫെഡറലാന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ ഗവൺമെൻറ്റിന് ഫെഡറൽ എന്നുള്ള നേച്ചർ മാത്രമല്ല, അതിന് യൂണിറ്ററി ആയിട്ടുള്ള ഒരു നേച്ചറും കൂടിയുണ്ട്. അങ്ങനെ വരുമ്പോൾ തന്നെ ഇതൊരു ചലഞ്ചാണ്, ഒരു വെല്ലുവിളിയാണ് നമ്മളുടെ ഫെഡറലിസത്തിന്. അതിൽ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ റീജിയണലിസമാണ്. റീജിയണലിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏരിയ വൈസ് ആയിട്ട്, അതായത് ഇപ്പം സംടൈംസ് നമ്മൾ പറയാം നമ്മൾ കേരള, തമിഴ്നാട്, ആന്ധ്ര അല്ലെങ്കിൽ കർണാടക, മുംബൈയും ഒരു റീജിയനാണ്. ബട്ട് ലെറ്റ്സ് ലുക്ക് അറ്റ് ഇൻ സ്റ്റേറ്റ് വൈസ് ആയിട്ട് നോക്കുമ്പോൾ അങ്ങനെ വരും. സോ റീജിയണലിസത്തിൽ ബേസിക്കലി പറയുന്നത് ഇൻ ഇന്ത്യ ഈവൻ പ്രയർ ടു ഇൻഡിപെൻഡൻസ്, നമ്മളുടെ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് തൊട്ട് തന്നെ ഈ പറഞ്ഞ റീജിയൻ വെച്ചിട്ടും ആൾക്കാർ, അതായത് ബ്രിട്ടീഷേഴ്സ് നമ്മളെ ഡിവൈഡ് ആൻഡ് റൂൾ ചെയ്തിട്ടുണ്ട്. അതായത് മലബാർ ഏരിയ, അതുപോലെ നോർത്ത് ഇന്ത്യൻ ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡിവിഷൻ അന്നേ നടത്തിയിട്ടുണ്ട്. അപ്പം ആ ഒരു ഫീലിംഗ് ആൾക്കാരുടെ മനസ്സിൽ എന്താ പറയുക, നിങ്ങൾ ഇന്ന സ്ഥലത്തുള്ള, നമ്മളിപ്പം ഇപ്പം തന്നെ കറണ്ടായിട്ടുള്ള സിറ്റുവേഷനിൽ നോർത്ത് ഇന്ത്യൻസ്, നോർത്ത് ഈസ്റ്റ്, സൗത്ത് ഇന്ത്യൻസ് എന്ന് പറഞ്ഞിട്ട് 3 റീജിയനായിട്ട് തന്നെ നമ്മളതിനെ തിരിച്ചിട്ടുണ്ട്. സോ നമുക്കൊരു വേറെ ഫീലിംഗാണ്. നമ്മളിപ്പോൾ ആരെങ്കിലും ഒരു ഫേസ്ബുക്കിൽ അക്കൗണ്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്റ്റാഗ്രാമിലോ ട്വിറ്ററിലോ സൗത്ത് ഇന്ത്യൻസ് ആർ ലൈക്ക് ദിസ് എന്ന് പറയുമ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമുക്കൊരു ഫീൽ വരും. കാരണം നമ്മൾ വി ആർ ബിലോങ്ങിങ് ടു ദ സൗത്ത് ഇന്ത്യ പാർട്ടിലാണ് നമ്മൾ ബിലോങ് ചെയ്തിരിക്കുന്നത്. സോ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഫീലിങ്സ് അപ്രൈസ് ചെയ്യുകയും വി വിൽ റിയാക്ട് ടു ദാറ്റ് കമൻറ്റ് ഓർ സംതിങ്. അപ്പോൾ പിന്നെ ഇതിൽ പറയുന്നത് റീജിയണലിസം വാസ് ഡെലിബറേറ്റ്ലി എൻകറേജ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് പീപ്പിൾ ഇൻ ഈച്ച് റീജിയൻ തോട്ട് മോർ ഇൻ ടേംസ് ഓഫ് ദെയർ റീജിയൻ റാദർ ദാൻ ഓഫ് ഇന്ത്യ ആസ് എ ഹോൾ. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ, അതായത് നമ്മളെ റീജിയണലിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ ഇൻഡിപെൻഡൻസിൻ്റെ ടൈമിൽ തന്നെ നമുക്ക് എന്താ പറയുക, ദേ ഹാവ് ഫീഡഡ് അസ് വിത്ത്
ദിസ് കോൺസെപ്റ്റ് റീജിയണലിസം. നമ്മളെ ഇൻഡിപെൻഡൻസ് ടൈമിൽ തന്നെ ബ്രിട്ടീഷേഴ്സ് നമ്മളെ ഇത് ഫീഡ് ചെയ്തിട്ടുണ്ട്. കാരണം അതായത് നിങ്ങൾ ഈ സ്ഥലത്ത് നിന്നുള്ളവർ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ഫീലിംഗ് ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു കാര്യം നമ്മളെ ഫീഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫീഡ് ചെയ്തതുകൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഡിവിഷൻ നടന്നിട്ടുള്ളത് പാകിസ്ഥാനും ഇന്ത്യയായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടത് തന്നെ ആ ഒരു കാരണം കൊണ്ടാണ്. അപ്പോൾ റീജിയണലിസം എന്ന് പറഞ്ഞാൽ, റീജിയണലിസം അല്ലെങ്കിൽ റീജിയൻ മീൻസ് ലവ് ഓഫ് എ പെർട്ടിക്കുലർ റീജിയൻ ഓർ സ്റ്റേറ്റ് ഇൻ പ്രിഫറൻസ് ടു ദ കൺട്രി ആസ് എ ഹോൾ. ഒരു രാജ്യം എന്ന നിലയ്ക്ക് അല്ലാതെ സ്റ്റേറ്റ് എന്ന നിലയ്ക്ക് അതിനെ കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ കൂടുതൽ അതിനോട് ഫീലിങ്സ് കാണിക്കുന്നതിനെയാണ് റീജിയണലിസം എന്ന് പറയുന്നത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം, എ റീജിയൻ ഈസ് ഡിഫൈൻഡ് ആസ് എ ടെറിട്ടോറിയൽ യൂണിറ്റ് ഇൻക്ലൂഡിങ് പെർട്ടിക്കുലർ ലാംഗ്വേജ്, ട്രൈബ്സ് ഓർ എത്നിക് ഗ്രൂപ്പ്സ്. നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ റീജിയനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുക. അതൊരു ടെറിട്ടോറിയൽ യൂണിറ്റാണ്, അതായത് ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു യൂണിറ്റ് ആവാം. ഓർ എൽസ് എന്തെങ്കിലും തരത്തിലുള്ള ലാംഗ്വേജ് മാത്രം സ്പീക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഏരിയ ആവാം, അല്ലെങ്കിൽ ആദിവാസികൾ താമസിക്കുന്നത് ആവാം, അല്ലെങ്കിൽ എത്നിക് ഗ്രൂപ്പ്സ് ഉള്ള സ്ഥലമായ എത്നിക് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ ഈ പുരാതനമായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, കുറച്ച് അവരുടേതായിട്ടുള്ള പ്രാചീനകാല രീതികളിൽ താമസിക്കുന്ന ആൾക്കാർ, അങ്ങനത്തെ ആവാം. അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മ്യൂസിക് ഫോളോ ചെയ്യുന്ന ഒരു ഏരിയ ആവാം, അല്ലെങ്കിൽ ഒരു ഫോക്ക് ഡാൻസ്, അവർക്കായിട്ടുള്ള ഫോക്ക് ഡാൻസ് ഉള്ളവരാവാം. അങ്ങനെയുള്ള അവരുടേതായിട്ടുള്ള സോഷ്യൽ സെറ്റിങ്സോ കൾച്ചറൽ പാറ്റേണോ ഉള്ള ഒരു ഏരിയ വേണമെങ്കിൽ നമുക്ക് റീജിയൻ എന്ന് പറയാം. സോ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ആന്ധ്രാപ്രദേശ് പറഞ്ഞല്ലോ, ആന്ധ്രാപ്രദേശിൽ തെലങ്കാന, ആന്ധ്രാപ്രദേശ് രണ്ടും ഡിവൈഡ് ആയപ്പെട്ടിട്ടുള്ളത് റീജിയണലിസത്തിൻ്റെ ഒരു കാരണം കൊണ്ടാണ്. കാരണം തെലങ്കാനയിൽ തെലുങ്കുവാണ് സംസാരിക്കുന്നത്, ആന്ധ്രാപ്രദേശിൽ ആന്ധ്രയാണ് സംസാരിക്കുന്നത്. അതായത് ഒരു ലാംഗ്വേജാണ് അവിടെ വന്നിട്ടുള്ള ഒരു ഡിവിഷൻ്റെ കാരണം എന്നുള്ളത്. അപ്പോൾ തന്നെ റീജിയണലിസത്തിന് അത് കാരണമായിട്ടുണ്ട്. അതായത് മോർ ദാൻ അവർ ഇന്ത്യ എന്നുള്ള സ്റ്റേറ്റിനേക്കാൾ കൂടുതൽ അവരുടെ സ്വന്തം സ്റ്റേറ്റിനോട് അറ്റാച്ച്മെൻറ്റ് വരുമ്പോൾ ഫെഡറലിസത്തിന് ഇതൊരു ചലഞ്ചായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇതിൽ ദ വോയിസ് ഫോർ ദ ഡിമാൻഡ് ഓഫ് മോർ സ്റ്റേറ്റ് ഹാസ് ബിക്കം മോർ പ്രൊമിനൻറ്റ് ഇൻ റീസെൻറ്റ് ടൈംസ്, എസ്പെഷ്യലി ആഫ്റ്റർ ദ ഫോർമേഷൻ ഓഫ് തെലങ്കാന. 2014 തെലങ്കാന എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ് കൂടെ നമ്മളുടെ രാജ്യത്ത് ഫോം ചെയ്തിട്ടുള്ളത്. അതും ഈ പറഞ്ഞ ഡിമാൻഡ്, ലാംഗ്വേജിൻ്റെ ഡിമാൻഡ് കൊണ്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റേറ്റാണ്. റീസെൻറ്റ് ഡിമാൻഡ്സ് ലൈക്ക് ഫോർഫോൾഡ് ഡിവിഷൻ ഓഫ് ഉത്തർപ്രദേശ്. ഇപ്പം അടുത്ത് നമ്മളുടെ ഇന്ത്യയിൽ വന്നിട്ടുള്ള ഒരു ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിനെ 4 ഡിവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. അതും ബേസ്ഡ് അപ്പോൺ എന്തായിരിക്കും, അവരുടെ കൾച്ചർ ആൻഡ് ലാംഗ്വേജിൻ്റെ ബേസിലായിരിക്കും അവരെ ഡിവൈഡ് ചെയ്യണമെന്ന് അവർ ഡിമാൻഡ് ചെയ്യണം. അങ്ങനെ ഒരു പ്രശ്നം വന്നിരിക്കുമ്പോൾ അതൊരു ഫെഡറൽ ഫീച്ചറിന് അതൊരു ചലഞ്ചായിട്ട് വരാൻ സാധ്യതയുണ്ടെന്നാണ് ആദ്യത്തെ ഒരു പോയിന്റിൽ ഇത് വ്യക്തമാക്കുന്നത്. രണ്ടാമത്തത് ലിംഗ്വിസം കണക്റ്റഡ് ടു റീജിയണലിസമാണ്. അതായത് റീജിയൻ മേ ബി ഡിപ്പെൻഡ് അപ്പോൺ എന്തായിരിക്കാം, ഒരു ലിംഗ്വിസത്തിൻ്റെ, അതായത് ഒരു ലാംഗ്വേജ് ബേസിലായിരിക്കാം ചില റീജിയൻസ് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മുടെ രാജ്യത്തിൽ 1956 ലാംഗ്വേജ് ബേസിൽ ആദ്യമായിട്ടൊരു സ്റ്റേറ്റ് ഉണ്ടായിട്ടുള്ളത് ആന്ധ്രാപ്രദേശാണ്. അപ്പം അങ്ങനെ ഉണ്ടായതിന് ശേഷം അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 343, അതായത് ആർട്ടിക്കിൾ 343 പ്രകാരം ഹിന്ദി ഈസ് ദ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. ആർട്ടിക്കിൾ 343 പ്രകാരം ഹിന്ദി നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. പക്ഷേ ഈവൻ നൗ എന്തുണ്ട്, നമ്മളുടെ തമിഴ്നാട് അതിനെതിർത്തുകൊണ്ടാണുള്ളത്. കാരണം ആ ലാംഗ്വേജ് they can't accept that language as official language എന്നുള്ളൊരു കാര്യമാണ്. അവരുടെ ലാംഗ്വേജിനെയാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അതെന്തിന് അഗെയിൻസ്റ്റ് അല്ലെങ്കിൽ എന്തിന് ചലഞ്ചാവും, ഫെഡറലിസത്തിന് ചലഞ്ചാവും. ഇപ്പോഴും നിങ്ങൾ തമിഴ്നാട് ചെന്ന് നോക്കുമ്പോൾ ഹിന്ദി പറയുന്നവർ എത്ര പേരുണ്ട്, അല്ലെങ്കിൽ ഹിന്ദിയിലുള്ള ബോർഡ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് ശ്രദ്ധിച്ചാൽ ഈവൻ ഇംഗ്ലീഷിന് അവർക്ക് ദേ ആർ എഗെയിൻസ്റ്റ് ടു ഇംഗ്ലീഷാണ്. അവരുടെ നാട്ടിൽ ചെന്നിട്ട് ഇംഗ്ലീഷിലുള്ള ബോർഡുകൾ, അതല്ലെങ്കിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ മെട്രോപൊളിറ്റൻ സിറ്റീസൊക്കെ ആണ്, ചെന്നൈ പോലുള്ള നഗരങ്ങളിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവുന്നത്. പക്ഷേ ഹിന്ദിയിൽ ചാൻസസ് ആർ വെരി റെയറാണ്, ചാൻസസേ ഇല്ല അവിടെ ഈ പറഞ്ഞ ഹിന്ദിയിലുള്ള ബോർഡുകൾ കാണാൻ. അപ്പോൾ അവർക്ക് ഓൾറെഡി അവർ എഗെയിൻസ്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു സംഭവം വന്നിട്ടുള്ളത്.
When Hindi became the official language, there were widespread anti-Hindi agitations in Tamil Nadu. അതായത് ഈ ഹിന്ദി എന്ന് പറയുന്നത് ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആയ സമയത്ത് അവിടെ വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ആൻറ്റി ഹിന്ദി അജിറ്റേഷൻസ് തമിഴ്നാട്ടിൽ നടന്നിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്രൂവ് ചെയ്തിട്ടുള്ളത് 22 ലാംഗ്വേജസ് ആണ്. അതിൽ മലയാളമുണ്ട്, അതുപോലെ തമിഴുണ്ട്, കന്നഡ ഉണ്ട്, അങ്ങനെ ഒഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ലാംഗ്വേജ് ഉണ്ട്. അങ്ങനെ ഒരുപാട് 22 ഡിഫറെൻറ്റ് ലാംഗ്വേജസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. Trouble arises when the strongest unit of the federation attempts to force a particular language on other. അതായത് എപ്പോഴാണ് പ്രശ്നം വരിക എന്ന് വെച്ചാൽ if sender tries to apply one particular language to a state, അതായത് ഏതെങ്കിലും സെൻഡർ ഒരു സ്റ്റേറ്റിലേക്ക് ഏതെങ്കിലും പെർട്ടിക്കുലർ ലാംഗ്വേജ് അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചാൽ അവിടെ എന്തുണ്ടാവും? ഇഫ് ദേ ഡോണ്ട് നോ ദ ലാംഗ്വേജ് ദേ വിൽ ഓട്ടോമാറ്റിക്കലി സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് ദാറ്റ് ഡിസിഷൻ എന്നുള്ളതാണ്. അതായത് നമ്മുടെ സെൻറ്റർ അവർക്കെതിരായിട്ടുള്ള, അതായത് ഇപ്പോൾ കേരളത്തിലൊക്കെ കേരളത്തിൽ 24/7 അല്ലെങ്കിൽ നമ്മളുടെ ഒഫീഷ്യലായിട്ടുള്ള മാറ്റേഴ്സൊക്കെ ഹിന്ദിയിൽ സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അത് പോസിബിൾ ആവാത്തൊരു കാര്യമാണ്. പക്ഷേ ഇഫ് ദേ ആർ ഫോഴ്സിങ് അസ്, നമ്മൾ ഓട്ടോമാറ്റിക്കലി വി വിൽ സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് ദാറ്റ് ഡിസിഷൻ അല്ലേ. അപ്പം ആ കാര്യമാണ് ഇതിൽ പറയുന്നത്. ലിംഗ്വിസം എന്നുള്ളത് കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നുള്ളത് സെൻട്രലൈസ്ഡ് പ്ലാനിങ് ആണ്. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനൊക്കെ പ്ലാനിങ് കമ്മീഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. അതായത് സെൻട്രലിൻ്റെ കീഴിലുള്ളതാണ് പ്ലാനിങ് കമ്മീഷൻ. സോ നമ്മളുടെ സ്റ്റേറ്റ് വൈസിൽ എന്തൊക്കെ തരത്തിലുള്ള പ്ലാനിങ് വേണമെന്നുള്ളത് സ്റ്റേറ്റിനാണ് അറിയുക. പക്ഷേ ഇതൊക്കെ ആരാണ് നിശ്ചയിക്കുക? സെൻട്രൽ ഗവൺമെൻറ്റാണ് ഈ പ്ലാനിങ്ങിനൊക്കെ എന്ത് ചെയ്യുക, നിശ്ചയിക്കുന്നത്. അതായത് പ്ലാനിങ്ങിൻ്റെ ചെയർമാൻ തന്നെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും എപ്പോഴും. അതായത് എപ്പോഴും നരേന്ദ്രമോദി ആവണമെന്നില്ല. ആരാണോ കറണ്ട് പ്രൈം മിനിസ്റ്റർ അദ്ദേഹമായിരിക്കും പ്ലാനിങ് കമ്മീഷൻ്റെ ചെയർമാൻ. അപ്പോൾ ഓൾദോ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ പ്ലാനിങ് ഈസ് ഫൗണ്ട് ഇൻ ദ കൺകറൻറ്റ് ലിസ്റ്റ് ഓഫ് ദ 7th ഷെഡ്യൂൾ to the constitution, but union government enjoys unquestionable authority over national and regional planning in India. അതായത് എക്കണോമിക്കും സോഷ്യലും ആയ പ്ലാനിങ് ഒക്കെ നമ്മളുടെ കോൺകറൻറ്റ് ലിസ്റ്റിൽ പെട്ടതാണെങ്കിൽ, അതായത് ഫോർ ബോത്ത് സ്റ്റേറ്റിനും അതുപോലെ യൂണിയനും ഈക്വലായിട്ട് അക്കോർഡിംഗ് ടു ദെയർ ഡിസിഷനിൽ അവർക്ക് തീരുമാനം എടുത്തുകൊണ്ട് പ്ലാൻ ചെയ്യാവുന്ന ഒരു ലിസ്റ്റിൽ പെട്ട കാര്യമാണ് ഈ പറഞ്ഞ എക്കണോമിക്കും സോഷ്യലും ആയിട്ടുള്ള പ്ലാനിങ്. പക്ഷേ 7th ഷെഡ്യൂൾ അനുസരിച്ചിട്ട് പക്ഷേ എന്ത് ചെയ്യാം, നമ്മുടെ യൂണിയന് വിത്തൗട്ട് എനി, അതായത് ആരും ക്വസ്റ്റ്യൻ ചെയ്യാൻ അതിന് അവർക്ക് അർഹതയില്ല. ഈ യൂണിയൻ എന്താ പറയുക, ഒരു പ്ലാൻ കൊണ്ടുവന്നാൽ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അധികാരം സ്റ്റേറ്റ് ഗവൺമെൻറ്റിനില്ല. സെൻട്രലൈസ്ഡ് പ്ലാനിങ് ത്രൂ ദ പ്ലാനിങ് കമ്മീഷൻ നൗ നീതി ആയോഗ്. അതായത് ആദ്യം പ്ലാനിങ് കമ്മീഷനിലൂടെയായിരുന്നു നമ്മളുടെ എന്താ പറയുക ഈ പറഞ്ഞ പ്ലാനിങ്ങുകൾ നടക്കുക. ഇപ്പോഴും പ്ലാനിങ് കമ്മീഷൻ ഉണ്ട്. പക്ഷേ ഇപ്പോൾ മേജറായിട്ട് വന്നിട്ടുള്ളത് നീതി ആയോഗാണ്. നീതി ആയോഗ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നിങ്ങളൊന്ന് അത് നീതി ആയോഗിൻ്റെ ഫുൾ ഫോം ഒന്ന് ചെക്ക് ചെയ്യാൻ. എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, ഞാനത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സം ഇംപ്രൂവ്മെൻറ്റ് അങ്ങനെ എന്തോ ആണ് കാര്യം. അത് ഞാൻ ക്ലാരിഫൈ ചെയ്ത് നിങ്ങളെ നോട്ടിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നീതി ആയോഗ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് പുതിയതായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്ലാനിങ് രീതി. ദർ ഈസ് നോ സ്പെഷ്യൽ പ്ലാനിങ് കമ്മീഷൻ ഓൺ ഫോർ ദ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിനും സ്പെഷ്യലായിട്ടുള്ളൊരു പ്ലാനിങ് കമ്മീഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത്രയാണ് മൂന്നാമത്തെ ഒരു ചലഞ്ച്, സെൻട്രലൈസ്ഡ് പ്ലാനിങ് എന്നുള്ളതിൽ വരുന്ന മേജർ കാര്യങ്ങൾ. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഗവർണേഴ്സ് ഓഫീസ്. അതും ഫെഡറൽ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ഫെഡറൽ സ്റ്റേറ്റിനൊരു ചലഞ്ചാണ്. നമ്മൾ യൂണിറ്ററി ഫീച്ചേഴ്സിൽ പറഞ്ഞിരുന്നു, നമ്മളുടെ രാജ്യത്തിൽ ഗവർണറിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഹൈ, അതായത് സ്റ്റേറ്റിലെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആയിട്ട് വരുന്ന ആളാണ് ഗവർണർ. സോ ഓട്ടോമാറ്റിക്കലി ഗവർണറിന് എന്ത് പറയുന്നുണ്ട്, പ്രസിഡൻ്റാൽ ചൂസ് ചെയ്യപ്പെടുന്ന ഒരാളാണ് ഗവർണർ. അത് മേ ബി എന്താ പറയുക, അതും ആര് തിരഞ്ഞെടുക്കുന്നതാണ്? ഈ പ്രസിഡൻറ്റിനെ ആരാ തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾക്കറിയാം. രാജ്യസഭയിലെ ആൾക്കാർ, ഏറ്റവും കൂടുതലുള്ള ആൾക്കാർ അവരാണ് ഗവർണറെയും തിരഞ്ഞെടുക്കുന്നത്. നോട്ട് ഗവർണർ, പ്രസിഡൻറ്റ്. സോ പ്രസിഡൻറ്റിന് ഓട്ടോമാറ്റിക്കലി സെൻട്രൽ ഗവൺമെൻറ്റിനോട് വേണമെങ്കിൽ ചായ്വ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സംടൈംസ്, നോട്ട് എവറി ടൈം, സംടൈംസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ ഗവർണറിനെ അവർ ചൂസ് ചെയ്യുന്നത്
ഫ്രം പ്രൈം മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ സൈഡിൽ നിന്ന്. സോ അവരുടെയൊക്കെ ചായ്വ് ആ ഗവൺമെൻറ്റിനോടായിരിക്കും. സോ അവർ വരുന്ന സ്റ്റേറ്റിൽ അവർ എന്താണ് നമ്മളുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യുന്നതെങ്കിലും അതിന് അഗേൻസ്റ്റായിട്ട് ഗവർണർക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ റിപ്പോർട്ട് വിടാം. നേരത്തെ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞ പോലെ. അതുപോലെ ഗവർണറിനുള്ള പവർ എന്ന് പറഞ്ഞാൽ ഗവർണറാണ് നമ്മളുടെ അതായത് ആർട്ടിക്കിൾ 154 which says executive powers of the states are held by the governor. അതായത് സ്റ്റേറ്റിൻ്റെ എക്സിക്യൂട്ടീവ് പവേഴ്സ് ഹെൽഡ് ചെയ്തിരിക്കുന്ന ആൾ ഗവർണറാണ്. അദ്ദേഹത്തിൻ്റെ അനുമതി അല്ലാതെ ഒരു എക്സിക്യൂട്ടീവ് പവറും നമ്മളുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ കൊണ്ടുവരാൻ പറ്റില്ല. ദ ഗവർണർ ക്യാൻ അപ്പോയിൻറ്റ് ദ ചീഫ് മിനിസ്റ്റർ ആൻഡ് ദ അഡ്വക്കേറ്റ് ജനറൽ ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ദ സ്റ്റേറ്റ്. അതായത് ഗവർണറാണ് ചീഫ് മിനിസ്റ്ററിനെയും അഡ്വക്കേറ്റ് ജനറലിനെയും അതുപോലെ ഇലക്ഷൻ കമ്മീഷണറെയും ഒക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആൾ. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പവർ എന്ന് പറഞ്ഞാൽ ഹീ ക്യാൻ റെക്കമെൻഡ് ടു പ്രസിഡൻറ്റ് ഫോർ ദ ഇമ്പോസിഷൻ ഓഫ് പ്രസിഡൻസ് റൂൾ. നമ്മളുടെ നാട്ടിൽ സ്റ്റേറ്റ് എമർജൻസി കൊണ്ടുവരാൻ വേണമെങ്കിൽ ഇദ്ദേഹത്തിന് റെക്കമെൻഡ് ചെയ്യുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും, അതും ഒരു ഫെഡറൽ സ്റ്റേറ്റിൻ്റെ ചലഞ്ച് ആവാൻ ചാൻസസ് ഉണ്ട്. ഇതിലൊരു എക്സാമ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 2016 അരുണാചൽ പ്രദേശിൽ കോൺഗ്രസ് ഗവൺമെൻറ് അതിൽ ഭരണത്തിൽ കയറിയിരുന്നു. ആ സമയത്ത് പ്രസിഡൻറ്റ് അതായത് അവിടുത്തെ ഗവർണർ ഡിക്ലെയർ ചെയ്തു എന്താ പറയുക ഗവൺമെൻറ്റിനെ ആ സ്റ്റേറ്റിനെ കൺട്രോൾ ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഇല്ല. സോ ഹീ ഈസ് റെക്കമെൻഡിങ് ടു പ്രസിഡൻറ്റ് ദാറ്റ് ടു ഡിക്ലെയർ പ്രസിഡൻസ് റൂൾ ഇൻ ദാറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം 2016 അവിടുത്തെ ഗവർണർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ പ്രസിഡൻസ് റൂൾ കൊണ്ടുവരണം അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്റ്റേറ്റ് എമർജൻസി കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് ഗവർണർ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ 2016 ജൂലൈയിൽ സുപ്രീം കോർട്ട് ആ ഡിസിഷനെതിരെ പറയുകയും തിരിച്ച് അവിടുത്തെ ആ ഉണ്ടായിരുന്ന ഗവൺമെൻറ്റിനെ തന്നെ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലടുത്ത ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സിറ്റിസൺഷിപ്പ്. അതായത് നമുക്ക് എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ നമ്മളെല്ലാ സ്റ്റേറ്റിനും ഒറ്റൊരു കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതുപോലെ നമുക്ക് എല്ലാവർക്കും ഒറ്റ സിറ്റിസൺഷിപ്പേ ഉള്ളൂ, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്. അല്ലാതെ കേരള സിറ്റിസൺഷിപ്പോ തമിഴ്നാട് സിറ്റിസൺഷിപ്പോ അങ്ങനെ ആന്ധ്ര സിറ്റിസൺഷിപ്പോ അങ്ങനെ ഒരു സിറ്റിസൺഷിപ്പും ഇല്ല. ആ പറഞ്ഞ ഈ കോൺസെപ്റ്റ് അൺലൈക്ക് USA പോലെയുള്ള രാജ്യങ്ങൾ, അവിടെയും ഫെഡറൽ സ്ട്രക്ചറാണ്. പക്ഷെ അവിടെ ദേ ക്യാൻ സേ കാലിഫോർണിയ സിറ്റിസൺ ഓഫ് വാഷിങ്ടൺ സിറ്റിസൺ എന്ന് പറയാം, അറ്റ് ദ സെയിം ടൈം അമേരിക്കൻ സിറ്റിസൺ എന്നും പറയാം. പക്ഷേ ഇന്ത്യയിൽ വി ഹാവ് ഓൺലി വൺ സിറ്റിസൺഷിപ്പ്, ദാറ്റ് ഈസ് ഇന്ത്യൻ എന്നുള്ള. അതൊരു ഫെഡറൽ ഫീച്ചറിന് അഗെയിൻസ്റ്റ് അല്ലെങ്കിൽ ചലഞ്ചസ് ആണ്, വെല്ലുവിളിയായിട്ട് വരാൻ സാധ്യതയുണ്ട്. പിന്നെയുള്ളത് ഇൻ്റഗ്രേറ്റഡ് സർവീസസ് ആണ്. ഇൻ്റഗ്രേറ്റഡ് സർവീസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ IAS IPS അതുപോലെ സുപ്രീം കോർട്ട് ഹൈക്കോട്ടെ പിന്നെ ഓൾ ഇന്ത്യ സർവീസസ് എല്ലാം സെൻട്രലിൻ്റെ കീഴിലാണ് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റേറ്റ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അതൃപ്തി പ്രകടിപ്പിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റും സെൻട്രൽ ഗവൺമെൻറ്റും തമ്മിൽ ഇഷ്യൂസ് ഉണ്ടാകും. അതൊരു ഫെഡറൽ സ്റ്റേറ്റിൻ്റെ സ്മൂത്ത് ഫങ്ഷന് അഗെയിൻസ്റ്റായി മാറുകയും ചെയ്യണം. ഏഴാമത്തെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫോഴ്സസ് ആണ്. എക്സ്റ്റേണൽ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ പുറത്ത് നിന്നുള്ള രാജ്യത്തിന് പുറത്ത് നിന്നുള്ള രാജ്യങ്ങളുടെ അറ്റാക്കോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും തരത്തിലുള്ള കമൻസോ ആവാം നമ്മളുടെ രാജ്യത്തിൻ്റെ ഫെഡറൽ സ്ട്രക്ചറിന് അഗെയിൻസ്റ്റ്. അതിന് ഫോർ എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ ചൈനേൻ്റെ ക്ലെയിം അരുണാചൽ പ്രദേശിൻ്റെ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്. അതായത് ഇന്ത്യൻ്റെ അക്കോർഡിംഗ്ലി 3000 കിലോമീറ്റർ പെടുന്ന ഒരു ഏരിയയും പക്ഷേ ചൈനേൻ്റെ അക്കോർഡിംഗ്ലി അതൊരു 2000 കിലോമീറ്ററിൽ പെടുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ എപ്പോഴും ചൈന ക്ലെയിം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഫെഡറൽ സ്റ്റാറ്റസിന് അത് എഗെയിൻസ്റ്റ് അല്ലെങ്കിൽ ചലഞ്ചായിട്ട് മാറാൻ പറ്റും. പിന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ ശ്രീലങ്കൻ ഡിസ്ട്രപ്റ്റീവ് ഫോഴ്സസ് വരുന്നത്, അതായത് ശ്രീലങ്കയിൽ നിന്നുള്ള ഫോഴ്സസ് തമിഴ്നാടിനെ സംടൈംസ് അറ്റാക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോഴും ഈ പറഞ്ഞ ചാലഞ്ചസുകൾ, അതായത് ഫെഡറൽ ഗവൺമെൻറ്റിന് ചലഞ്ചസ് ഉണ്ടാവാം. ഇനി പറയാൻ പോകുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇൻ്റർ സ്റ്റേറ്റ് കൺസൾട്ടേറ്റീവ്
മെഷീനറി, അതായത് സ്റ്റേറ്റും സെൻട്രൽ ഗവൺമെൻറ്റും തമ്മിലുള്ള റിലേഷൻ മെച്ചപ്പെടുത്താനായിട്ട് കുറച്ച് മെഷീനറീസ് ഉണ്ട്. അതിലെ 4 നമ്മൾ പറഞ്ഞു. ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ, ഫിനാൻസ് കമ്മീഷന്, GST കൗൺസിലും നീതി ആയോഗും. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന 2 മെഷീനറിയാണ്. അതൊന്ന് ഫിനാൻസ് കമ്മീഷൻ എന്താണെന്നും പിന്നെ ഒന്ന് ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ എന്താണെന്നുള്ളത്. സോ നമുക്ക് ഫിനാൻസ് കമ്മീഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഫിനാൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ദ ഫിനാൻസ് കമ്മീഷൻ ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണലി മാൻഡേറ്റഡ് ബോഡി ദാറ്റ് ഈസ് അറ്റ് ദ സെൻറ്റർ ഓഫ് ഫിസ്ക്കൽ ഫെഡറലിസം. അതായത് നമ്മളുടെ ഈ പറഞ്ഞ ഫിനാൻഷ്യലായിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ഡിസിഷൻസ് എടുക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, ഭരണഘടനാപരമായിട്ടുള്ളൊരു ബോഡിയാണ് ഈ പറഞ്ഞ ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത്. അത് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് 1951 നവംബർ 22 ആർട്ടിക്കിൾ 280 ഇത് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. സോ ഇറ്റ് വാസ് സെറ്റപ്പ് അണ്ടർ ആർട്ടിക്കിൾ 280 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ 22 നവംബർ 1951. It consists of a chairman and 4 other members to be appointed by president. അതായത് മെയിൻലി ഫിനാൻസ് കമ്മീഷനിൽ ഒരു ചെയർമാനും 4 മെമ്പേഴ്സും ഈ പറഞ്ഞ ആൾക്കാരെയൊക്കെ എലക്ട് ചെയ്യുന്നതും പ്രസിഡൻ്റ് ആയിരിക്കും. അതുപോലെ ഇവരുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ദ ചെയർമാൻ മസ്റ്റ് ബി എ പേഴ്സൺ ഹാവിങ് എക്സ്പീരിയൻസ് ഇൻ പബ്ലിക് അഫെയർസ്. അതായത് അതിലെ ചെയർമാൻ എപ്പോഴും ഒരു ആളായിരിക്കണം ഹൂ ഈസ് ഹാവിങ് എക്സ്പീരിയൻസ് ഇൻ പബ്ലിക് അഫെയർസ്. അതായത് പൊതു കാര്യങ്ങളിൽ വിത്ത് എക്കണോമിക് നോളജ് ഉണ്ടാവണം, പക്ഷേ കുറച്ചും കൂടെ പൊതു കാര്യങ്ങൾ ഡീൽ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരിക്കും ചെയർമാനായിട്ടിരിക്കുക. പിന്നെ 4 മെമ്പേഴ്സ്, അവരുടെ ക്രൈറ്റീരിയ, അവരുടെ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ, എ പേഴ്സൺ ഷുഡ് ബി എ ഹൈക്കോർട്ട് ജഡ്ജ് ഓർ ക്വാളിഫൈഡ് ഫോർ ഹൈക്കോർട്ട് ജഡ്ജ്. ഒന്നെങ്കിൽ അയാൾ ഹൈക്കോർട്ട് ജഡ്ജ് ആയിട്ടിരിക്കുക, അതായത് അറ്റ് ദാറ്റ് കറണ്ട് ടൈമിൽ അയാൾ ജഡ്ജ് ആയിട്ടിരിക്കുക, അതോ പ്രീവിയസ് ടൈം ഇപ്പം റിട്ടയർ ആയ ആളും ആവാം. പിന്നെ ഉള്ളത് അയാൾ വേണമെങ്കിൽ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവുള്ളൂ, ജസ്റ്റ് ഹൈക്കോർട്ട് ജഡ്ജ് ആവാനുള്ള ക്വാളിഫിക്കേഷൻ കിട്ടിയിട്ടുള്ള ആൾക്കും ഇതിലെ മെമ്പറായിട്ടിരിക്കാം. പിന്നെ 1 പേഴ്സൺ ഹാവിങ് സ്പെഷ്യൽ നോളജ് ഓഫ് ദ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഓഫ് ദ ഗവൺമെൻറ്. നമ്മളുടെ ഗവൺമെൻറ്റിൽ ഫിനാൻസിലും അക്കൗണ്ടിലും സ്പെഷ്യൽ നോളജ് ഉള്ള ഒരാൾക്ക് ഇതിൽ മെമ്പറായിട്ടിരിക്കാം. അതുപോലെ എ പേഴ്സൺ ഹാവിങ് വൈഡ് എക്സ്പീരിയൻസ് ഇൻ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. അതായത് ഏതെങ്കിലും ആൾ ഹൂ ഈസ് ഹാവിങ് വൈഡ് എക്സ്പീരിയൻസ് ഇൻ ഫിനാൻഷ്യൽ മാറ്റേഴ്സ്, നമ്മളുടെ സാമ്പത്തികപരമായിട്ടുള്ള മാറ്റേഴ്സിൽ, അതുപോലെ അതിൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിലുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്കും ഇതിൽ മെമ്പറാകും. പിന്നെ എ പേഴ്സൺ ഹാവിങ് സ്പെഷ്യൽ നോളജ് ഓഫ് എക്കണോമിക്സിൽ സ്പെഷ്യൽ നോളജ് ഉള്ള ആൾക്കും ഇതിൽ മെമ്പറായിട്ട് മാറാം. ഇൻ നവംബർ 2017 പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ദ 15th ഫിനാൻസ് കമ്മീഷൻ. അതായത് 2020 നമുക്കുള്ളത് 15ാമത്തെ ഫിനാൻസ് കമ്മീഷനാണ്. അത് നവംബർ 2017 അത് എലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പ്രസിഡൻ്റാണ് എലക്ട് ചെയ്തത്. അത് ആ ചെയർമാൻ എന്ന് പറഞ്ഞാൽ NK സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഇപ്പോഴത്തെ കറണ്ട്, അതായത് 15th ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ എന്ന് പറയുന്നത് NK സിംഗ് ആണ്. അദ്ദേഹം ഫോർമർ പ്ലാനിംഗ് കമ്മീഷൻ മെമ്പറായിരുന്നു. പ്ലാനിംഗ് കമ്മീഷൻ മുന്നത്തെ പ്ലാനിംഗ് കമ്മീഷൻ മെമ്പറായിരുന്നു NK സിംഗ് എന്ന് പറയുന്ന ആൾ. പിന്നെ ഫിനാൻസ് കമ്മീഷൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ദ കമ്മീഷൻ മേക്സ് റെക്കമെൻഡേഷൻസ് ടു ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഓൺ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടാക്സ് പ്രൊസീഡ്സ് ബിറ്റ്വീൻ ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്. അതായത് ഈ കമ്മീഷൻ പ്രസിഡൻറ്റിനോട് റെക്കമെൻഡ് ചെയ്യും ഫോർ എങ്ങനെയാണ് സ്റ്റേറ്റും യൂണിയനും ടാക്സുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതെന്നുള്ളതിൽ റെക്കമെൻഡ് ചെയ്യും. പിന്നുള്ളത് ദ കമ്മീഷൻ ഓൾസോ ഡിസൈഡ് ദ പ്രിൻസിപ്പിൾ ദാറ്റ് ഗവേൺ ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാൻഡ്സ് ഇൻ എയ്ഡ് ടു സ്റ്റേറ്റ്സ് ഫ്രം കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. അതായത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഏതൊക്കെ രീതിയിൽ ഗ്രാൻഡ് പോകണം എന്നുള്ളതും അവർ ഡിസൈഡ് ചെയ്യും. അതായത് സ്റ്റേറ്റുകൾക്ക് ഏതൊക്കെ രീതിയിൽ ഗ്രാൻഡ് പോകണം എന്നുള്ളതും അവർ ഡിസൈഡ് ചെയ്യും. പിന്നെ ഡിസ്ട്രിബ്യൂട്ട്സ് ഓഫ് പ്രൊസീഡ്സ് ഓഫ് ഇൻകം ടാക്സ് ബിറ്റ്വീൻ ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്. ഇൻകം ടാക്സിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻസ് എങ്ങനെ വേണം എന്നുള്ളത്, യൂണിയനും സ്റ്റേറ്റും തമ്മിൽ എങ്ങനെ വേണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് ഫിനാൻസ് കമ്മീഷനാണ്.
പിന്നെ ഉള്ളത് എനി അതർ മാറ്റർ റെഫർ ടു ദ കമ്മീഷൻ ബൈ ദ പ്രസിഡൻറ്റ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് സൗണ്ട് ഫിനാൻസ്. അതായത് സൗണ്ട് ഫിനാൻസിന് മെച്ചം വരുന്ന രീതിയിൽ, സൗണ്ട് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്കിങ് ഏരിയയിൽ കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് യൂണിയനും സ്റ്റേറ്റും തമ്മിൽ എന്തൊക്കെ ഇതെടുക്കാം എന്നുള്ളത് പറയാനാണ് അടുത്ത ഫങ്ഷൻ ഫിനാൻസ് കമ്മീഷൻ്റെ. ഇത്രയാണ് ഫിനാൻസ് കമ്മീഷൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. സെക്കൻഡ് എന്ന് പറയുന്നത് ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിലാണ്. സെക്കൻഡ് മെഷീനറി എന്ന് പറയുന്നത് ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിലാണ്. ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ ഈസ് എ നോൺ പെർമനൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി സെറ്റപ്പ് ബൈ എ പ്രസിഡൻഷ്യൽ ഓർഡർ ഓൺ ദ ബേസ് ഓഫ് ആർട്ടിക്കിൾ 263. അതായത് ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിരുന്നു, സർക്കാരിയ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ 1990 28 മെയ്യിൽ ഇത് ഫോം ചെയ്തിട്ടുള്ളത്. അതായത് ഒരു പ്രസിഡൻഷ്യറി ആക്ഷൻ ആയിരുന്നു, പ്രസിഡൻറ്റ് ഡിസൈഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ് കൗൺസിലാണ് ഇത് ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നത്. അതായത് 28 മെയ് 1990 1990 സർക്കാരിയ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം. The council is formed to discuss or investigate policy subjects of common interest and disputes among states. അതായത് മെയിനായിട്ടുള്ളതിൻ്റെ ഫങ്ഷൻ അല്ലെങ്കിൽ എയിം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോം ടു ഡിസ്കസ് ഓർ ഇൻവെസ്റ്റിഗേറ്റ് പോളിസീസ് സബ്ജക്ട്സ് ഓർ കോമൺ ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്പ്യൂട്ട്സ് എമംഗ് സ്റ്റേറ്റുകൾ തമ്മിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള പോളിസീസോ സ്റ്റേറ്റ് യൂണിയനും തമ്മിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള പോളിസീസോ അതുപോലെ സബ്ജക്ട്സോ കോമൺ ആയിട്ടുള്ള യൂണിയനും സ്റ്റേറ്റിനും തമ്മിലുള്ള കോമൺ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും അതിൻ്റെ ചെയർമാൻ, അതുപോലെ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റും യൂണിയൻ ടെറിട്ടറി ഉണ്ടാവും, 6 യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഉണ്ടാവും, ഗവർണേഴ്സ് ഉണ്ടാവും, അതായത് പ്രസിഡൻസ് റൂൾ നടക്കുന്ന സ്റ്റേറ്റുകളിലെ ഗവർണർമാരുണ്ടാവും. പിന്നെ അതിൻ്റെ ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി ഉണ്ടാവും, അതിലൊരു ചെയർമാൻ, അദ്ദേഹം എപ്പോഴും നമ്മളുടെ ഹോം മിനിസ്റ്റർ ആയിരിക്കും, ഇന്ത്യയുടെ ഹോം മിനിസ്റ്റർ. അതുപോലെ 5 യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഉണ്ടാവും, പിന്നെ 9 ചീഫ് മിനിസ്റ്റേഴ്സും ഉണ്ടാവും അതിൽ. പിന്നെ ഇതിൻ്റെ എയിംസ് എന്ന് പറഞ്ഞാൽ ഡീസെൻട്രലൈസേഷൻ ഓഫ് പവേഴ്സ് ടു ദ സ്റ്റേറ്റ്, അതായത് സ്റ്റേറ്റിന് കൂടുതൽ കേന്ദ്രീകൃതമായിട്ടുള്ള പവർ കൊടുക്കാനും പിന്നെ മോർ ട്രാൻസ്ഫർ ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ടു ദ സ്റ്റേറ്റിന് കൂടുതലായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള റിസോഴ്സസ് കൊടുക്കാൻ, പിന്നെ ഡിപ്ലോയ്മെൻറ്റ് ഓഫ് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് ഇൻ ദ സ്റ്റേറ്റ്സ് ഇഫ് ദേ റിക്വസ്റ്റ് ഓർ നോട്ട്. അതായത് സ്റ്റേറ്റ് യൂണിയനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാതിരിക്കുന്ന ഇഫ് യൂണിയന് ഫീൽ ചെയ്യുകയാണ് നമ്മൾ സെൻട്രൽ ആംഡ് ഫോഴ്സിനെ അവർക്ക് വിട്ടുകൊടുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് വിട്ടുകൊടുക്കാൻ വേണ്ട ഡിസിഷൻസ് കൊടുക്കുന്നത് ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിലാണ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് നമ്മൾ കവർ ചെയ്യുന്നത്.